രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതിനും സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതിനും രാഹുൽ ഈശ്വർ റിമാൻഡിൽ. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതി ഉത്തരവ് മീഡിയ വണിന് ലഭിച്ചു. അന്വേഷണം നടക്കുന്ന കേസുകളിൽ സോഷ്യൽ മീഡിയയിലെ പരാമർശം നിസ്സാരമായി കാണാനാവില്ലെന്ന് കോടതി. രാഹുലിന് ജാമ്യം നൽകിയാൽ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും കോടതി വിലയിരുത്തി. സഫാൻ വിപി ഉണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. സഫാൻ, ഈ കുറ്റകൃത്യത്തിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്ത് ജാമ്യം നൽകാൻ സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലിലാണ് കോടതി എത്തിയത്. ഈ ജാമ്യാപേക്ഷ എതിർത്തും കൊണ്ട് കോടതി പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, രാഹുൽ ഇപ്പോൾ എവിടെയാണ്? വർഷ, രാഹുലിനെ ഇപ്പോൾ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം മുതലുണ്ടായ നാടകീയ സംഭവങ്ങൾ, രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തതു മുതൽ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നു. 9:30 അറസ്റ്റ് ഉണ്ടാകുന്നു. രാവിലെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുന്നു. അതിനൊക്കെ ശേഷം 4:30 വഞ്ചൂർ കോടതിയിൽ രാഹുൽ ഈശ്വറിനെ ഈ കോടതി വാദങ്ങൾക്ക് ആയി ഹാജരാക്കുന്നത്. ഇതിൽ ശക്തമായ വാദങ്ങളാണ് പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെ പറഞ്ഞ പോലെ ഇരയുടെ അതിജീവിതയുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ താൻ വെളിപ്പെടുത്തിയിട്ടില്ല, നിയമത്തിൻ്റെ പരിരക്ഷയിൽ നിന്നാണ് കാര്യങ്ങൾ സംസാരിച്ചതടക്കമുള്ള രാഹുലിൻ്റെ വാദങ്ങൾ കൃത്യമായി പൊളിക്കാൻ പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും കോടതിയിൽ കഴിഞ്ഞു എന്ന് തന്നെയാണ് ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ ജാമ്യ ഉത്തരവിൽ തന്നെ കോടതിയിൽ പറയുന്നത് ഇത്തരത്തിൽ പൊളിറ്റിക്കൽ പ്രാധാന്യമുള്ള ഒരു കേസ്, അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് അത്തരത്തിൽ ഭൂഷണമല്ല. പ്രതിക്ക് ഇത്തരത്തിൽ കേസുകൾക്ക് മുൻപും ഇത്തരത്തിൽ അതിജീവിതകളെ അപമാനിക്കുന്ന തരത്തിലുള്ള കേസുണ്ട്. അയാൾക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ വീണ്ടും അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തുടരും എന്നൊക്കെ അടക്കമുള്ള നിരീക്ഷണത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. ഈ പ്രോസിക്യൂഷനും പോലീസും ഈ കേസിൽ കൃത്യമായ ഒരു ജാഗ്രത ആദ്യം മുതൽ തന്നെ പുലർത്തിയിരുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. അതാണിപ്പോൾ ജാമ്യം നിഷേധിക്കുന്ന കാര്യത്തിലേക്കും എത്തിയത്. ഇന്നലെ തന്നെ മണിക്കൂറുകൾക്കകം ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടി പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രാവിലെ ഇതൊരു സൈബർ കേസാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ ഈ കേസിൽ എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാവിലെ 11 മണിയോടെ കോടതിയിൽ ഹാജരാക്കുമെന്നായിരുന്നു ഇന്നലെ അടക്കം അന്വേഷണ സംഘം കുടുംബത്തിനടക്കം നൽകിയ നിർദ്ദേശം. എന്നാൽ പോലീസ് അത്തരത്തിലൊരു നടപടിയിലേക്ക് ആദ്യം കടന്നില്ല. രാവിലെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെത്തി ഈ ഡിജിറ്റൽ രേഖകൾ, ഈ വീഡിയോ ചെയ്യുന്ന അടക്കമുള്ള ഡിജിറ്റൽ രേഖകൾ പരിശോധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞതാണ് ഇപ്പോൾ ജാമ്യം നിഷേധിച്ച നടപടിയിലേക്ക് പോയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് രാഹുൽ ഈശ്വറിന് സമാനമായ കേസുകളിൽ ഇത്തരത്തിലുള്ള പരാതികളും കേസ് രജിസ്റ്റർ ചെയ്ത കാര്യവും ഇത്തരത്തിൽ ഈ കസ്റ്റഡിയിലെടുത്ത ശേഷവും പോലീസിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ താൻ ഇനിയും ഇത്തരത്തിലൊരു കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും കഴിഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്.